ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തളപതി വിജയുടെ 2005 പുറത്തിറങ്ങിയിട്ടുള്ള സച്ചിൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിനെ കുറിച്ചിട്ടാണ്. കുറച്ച് ദിവസമായി ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് അതിപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത്. സോ അത്യാവശ്യം നല്ല തിരക്കിനിടയിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്, എസ്പെഷ്യലി വിജയ് ഫാൻസിൻ്റെ ഒപ്പം. ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് എൻ്റെ വയസ്സെന്ന് പറയുന്നത് 5 വയസ്സോ 6 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയം മുതൽക്കേ ഞാൻ ഇതിലത്തെ പാട്ടുകളൊക്കെ പാടിയാണെന്ന് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ആ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുമില്ല, ഞാൻ ടി വിയിലൊക്കെ വന്നിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ആ ഒരു സംഭവം, അതിൽ ആ ഒരു കൺമൂടി തിറക്കുമ്പോൾ എന്നുള്ള ആ പാട്ടും, അതുപോലെ സച്ചിൻ എന്നുള്ള ആ ഒരു ഫസ്റ്റ് പാട്ടും, അതുപോലെ തന്നെ ഡപ്പാങ്കുത്തൊരു സോങ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു 3 സോങ്ങും തിയേറ്ററിനകത്ത് കേൾക്കുമ്പോൾ കിട്ടിയിട്ടുള്ള വൈബ് ഉണ്ടല്ലോ, എസ്പെഷ്യലി ഫാൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച് സച്ചിൻ എന്ന് പറയുന്ന ആ സിനിമയുടെ റിലീസിൽ എനിക്ക് കിട്ടിയത്. വിജയ്ക്ക് മാത്രമാണ് ഈ ഒരു ഓറ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്രയോ സിനിമകൾ നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്രയധികം കളക്ഷൻ കിട്ടുന്നൊന്നും എനിക്ക് തോന്നണമെന്നില്ല. രജനീകാന്തിൻ്റെ സിനിമകൾ ഇറങ്ങിയാലും ബാക്കി ആരുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഇത്രയധികം കളക്ഷൻ കിട്ടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാതിരി ഫാൻ ബേസ് ഉണ്ട് വിജയ് എന്ന് പറയുന്ന ആ ഒരു മഹാനടന്. സച്ചിൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾ ടൈം വണ്ടർ എന്ന് തന്നെ വേണം പറയാൻ. കാരണം മാസ് ഫേസ് ആയിരുന്നു ആ വിജയ്ക്ക് ആ ഒരു സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് 2005 കാലഘട്ടത്തിലൊക്കെ. എനിക്ക് തോന്നുന്നു ഭഗവതി എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് ശേഷം വിജയ് ഫുള്ളൊരു അടിച്ചുപൊളി അല്ലെങ്കിൽ ആ ഒരു റൊമാൻസ് ഒക്കെ വിട്ട് ഒരു മാസ് പരിവേഷത്തിലേക്ക് മാറാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്തൊക്കെ. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും വലിയ ആക്ഷൻ സീക്വൻസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വലിയ മാസ് പരിപാടികളൊന്നും ഈ ഒരു സിനിമയ്ക്കകത്തില്ല. ആ ഒരു ചെറിയൊരു കുഞ്ഞൊരു ആക്ഷൻ ഉണ്ട്, അത് ആ ഒരു കുട്ടികൾക്കിടയിൽ ഇരുന്നിട്ട് ഒരു സംഭവം, അത്രേ ഉള്ളൂ. അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആക്ഷൻ സീക്വൻസുകളോ മാസ് പരിപാടികളോ ഒന്നുമില്ല. പക്ക ഒരു കിഡിലൻ ഒരു ലവ് സ്റ്റോറി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒരു ഗംഭീരമായിട്ടുള്ള വിജയുടെ വൺ മാൻ ഷോ. അതുപോലെ തന്നെ ജനീലിയ എന്ന് പറയുന്ന ആക്ട്രസിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് സച്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാപ്പി എന്ന് പറയുന്ന സിനിമയിലും അവരെ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടമാണ്. ഞാൻ കട്ട ഫാനായത് ഈ ഒരു 2 സിനിമ കൂടിയാണ്. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് ഈ 2 പടങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2007 ഹാപ്പി റിലീസ് ചെയ്യണമെന്ന് തോന്നുന്നു. ആ ഒരു ടൈം ഗ്യാപ്പിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു ജനീലിയ. സോ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രസമായിരുന്നു. ഇവർ തമ്മിലുള്ള ആ ഒരു ലവ് സീക്വൻസുകളെല്ലാം കാണിക്കുന്നതും പാട്ടുകളാണെങ്കിലും എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. ഇത് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണണം. ഒരു റിലീസ് അല്ലെങ്കിൽ വലിയൊരു നടൻ്റെ സിനിമയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഫാൻസിൻ്റെ ഇടയിൽ ഇരുന്ന് അർമാദിച്ച് കാണണം. എന്നാലാണ് ആ ഒരു റിലീസ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉള്ള ആ ഒരു വൈബും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ട് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതേ അനുഭവമായിരുന്നു എനിക്ക് ഗില്ലി റിലീസിന് പോയ സമയത്തും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിജയുടെ പടങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കിട്ടുള്ളൂ. സോ സച്ചിൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗില്ലിയുടെ റിലീസ് റെക്കോർഡിന് ശേഷം ഏറ്റവും കൂടുതൽ റിലീസ് റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സച്ചിനാണ്. ഞാൻ ഇന്നലെയും കൂടി തമിഴ്നാട്ടിലുള്ള തിയേറ്റർ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയ സമയത്തൊക്കെ ഭയങ്കര ബുക്കിംഗ് ആയിരുന്നു സച്ചിന് ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അത് അത്രയും സിനിമകൾ അവിടെ കളിക്കുന്ന സമയത്ത് പോലും ഈ ഒരു സിനിമയ്ക്ക് ഇത്രയധികം തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ സ്ക്രീനിലായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നല്ല നല്ല സിനിമകൾ എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ മൂപ്പര് പൊളിറ്റിക്സിലേക്ക് പോയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ പറയാനും പറ്റില്ല. മൂപ്പരുടെ ലാസ്റ്റ് പടം ജനനായകനാണെന്നൊക്കെ പറയുന്നു. സോ എന്തായാലും അതൊക്കെ വരുന്ന വഴിക്ക് കാണാം. സച്ചിൻ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം പോയി കാണുക. എസ്പെഷ്യലി തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കേരളത്തിൽ അത്രയധികം ഓളുണ്ടെന്ന് എനിക്ക് തോന്നണമെന്നില്ല. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ പോയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വൈബടിച്ച് മരിക്കും. അമ്മാതിരി സംഭവങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റാറ്റസുകളിലും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ. പക്ഷെ അത്രയ്ക്കധികം ഒന്നും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണുക. അപ്പോൾ നിങ്ങളിതൊരു റിലീസായിട്ട് കണ്ടു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.